എനിക്ക് ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ്: ഗെറ്റിംഗ് റിച്ച് ഇസ് ഡിഫിക്കൽട്ട്, സ്റ്റേയിങ് റിച്ച് ഇസ് മോർ ഡിഫിക്കൽട്ട് എന്നാണ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ വാട്സപ്പ് ചെയ്ത് പറഞ്ഞത്. അതിന് ഒരു കാരണവും അദ്ദേഹം ചെറിയൊരു വോയിസ് നോട്ടായിട്ട് പറഞ്ഞിരുന്നു. അത് പറയുന്ന ഒരു കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾക്ക് പണം ഉണ്ടാക്കുന്നതും പണം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജികൾ ആണുള്ളത്. ഏറ്റവും കൂടുതൽ പണമുള്ള ആളായാലും ഏറ്റവും കുറവ് പണമുള്ള ആളായാലും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പണക്കാരനാവാനോ അല്ലെങ്കിൽ പണക്കാരനായിട്ട് തുടർന്നുകൊണ്ട് പോകാനോ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ പണക്കാരനായാലും ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിൽ നിന്ന് താഴേക്ക് പോകാൻ വളരെയധികം സമയമൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ വോയിസ് നോട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. രണ്ടുപേരുടെ കഥയാണ് അത് പറയുന്നത്. ഒന്നാമത്തെ ആള് ഈ വോയിസ് നോട്ട് അയച്ച ആള് തന്നെയാണ്. അദ്ദേഹം ITIയില് ഫിറ്റർ ആയിട്ടുള്ള ട്രേഡില് ITI സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയുള്ള അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി, ഒരു മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്പ് സെറ്റപ്പ് അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്നു. ആ നാട്ടില് ഈ ITI സർട്ടിഫിക്കറ്റ് ഉള്ള ഈ ആള് ജോലിക്ക് പോകാനായിട്ട് തുടങ്ങാണ്. അപ്പോ ഈ ITI സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് എന്തുമാത്രം ശമ്പളമൊക്കെ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? അതേസമയം തന്നെ ഇതിന്റെ മുതലാളിയായിട്ടുള്ള ആളും ഈ ITI സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളുടെ ഓൾമോസ്റ്റ് സെയിം ഏജ് ഗ്രൂപ്പാണ്. അദ്ദേഹം അത്യാവശ്യം വലിയ ഒരു ഡിഗ്രിയും MBA ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം മാനേജ്മെന്റ് വിദഗ്ധനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ്. ഈ കഥ തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആള് വളരെ ലോവർ മിഡിൽ ക്ലാസ് രീതിയിലും MBA ഉള്ള സ്ഥാപനത്തിന്റെ ഉടമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിൽ പെട്ട ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ടുപേരുടെയും പണത്തിനോടുള്ള ഒരു ചിന്താഗതി അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മുതലാളി തൊഴിലാളി ബന്ധമാണ്. അതായത് MBA കാരനായിട്ടുള്ള ആളുടെ ഒരു വർക്ക്ഷോപ്പ് കൈൻഡ് ഓഫ് സെറ്റപ്പിലാണ് ഈ ITI കാരനായിട്ടുള്ള തൊഴിലാളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ഫിനാൻഷ്യൽ അവസ്ഥയും അവരുടെ ഫിനാൻഷ്യൽ വ്യൂ പോയിന്റും ഡിഫറെന്റ് ആയിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം ഇവരിങ്ങനെ ജോലി ചെയ്ത് 10 വർഷത്തിന് ശേഷം വന്നപ്പോൾ ഈ രണ്ട് ആളുകളും ഏകദേശം ഒരേ ഫിനാൻഷ്യൽ സെറ്റപ്പിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഞാൻ ഈ കാര്യത്തിലൂടെ പറയുന്നത്. തുടങ്ങുന്ന സമയത്തൊക്കെ ഏകദേശം 5 ലക്ഷം രൂപയൊക്കെ വരുമാനം ഉണ്ടായിരുന്നു എന്നാണ് ഈ തൊഴിലാളി നമ്മളോട് പറയുന്നത്. അതേസമയം തന്നെ ഈ തൊഴിലാളിക്ക് അന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം 20-25,000 രൂപയൊക്കെയാണ് മാസ ശമ്പളമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം, 5 ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടായിരുന്ന മുതലാളിയും 25,000-30,000 രൂപ മാത്രം മാസ വരുമാനം ഉണ്ടായിരുന്ന ഒരു തൊഴിലാളിയുമാണ് 10 വർഷം മുമ്പുള്ള അവസ്ഥ. ഇത്രയും വലിയൊരു വരുമാനം വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ മുതലാളിക്ക് ഒരു വരുമാനത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്കുകളോ അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് വെച്ച് ഭാവിയിലേക്ക് എടുത്തു വെക്കുന്നതിനുള്ള ടെക്നിക്കുകളോ ഒന്നും അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല എന്നാണ് മനസ്സിലാവുക. അതായത് ഈ 5 ലക്ഷം രൂപയൊക്കെ വരുമാനം ക്യാഷ് ഫ്ലോ രീതിയിൽ വരുന്നുണ്ട്, അത് എങ്ങനെയൊക്കെയോ അവസാനിച്ച് പോകുന്നുണ്ട്, ചെലവുകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ 25,000-30,000 രൂപ വരുമാനം കിട്ടുന്ന ആള് ജോലി തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, ചിട്ടികളൊക്കെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചു. അപ്പോ രണ്ടുപേരും പണം എങ്ങനെ കാര്യക്ഷമമായിട്ട് സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സേവിങ്സ് ഇല്ല എന്ന് മാത്രമല്ല, മുതലാളിക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് രീതികളെ പറ്റിയിട്ടും വലിയ നല്ല അഭിപ്രായമല്ല. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണ്, മ്യൂച്വൽ ഫണ്ടുകൾ അതിലും വലിയ തട്ടിപ്പാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് ഒക്കെയാണ്. പക്ഷെ ഈ ജോലിക്കാരനായിട്ടുള്ള ഈ ITI കാരന് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞും വായിച്ചും കേട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ലോങ് ടേം ആയിട്ട് വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനായിട്ട് സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും തന്നെയാണ് നന്നാവുക എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മുതലാളിയുടെ സ്ഥാപനം എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇടക്കാലം വെച്ച് വലിയൊരു ലോണൊക്കെ എടുക്കേണ്ടി വന്നു. പക്ഷെ അത്യാവശ്യം ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ അതിനിടയ്ക്കാണ് 2020 കൊറോണ വന്നത് എന്നാണ് പറയുന്നത്. കൊറോണ വന്നപ്പോൾ ഓർഡറുകൾ പലതും ഇല്ലാതാവുകയോ മുടങ്ങുകയോ ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോണിന്റെ തിരിച്ചടവിനെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്തു. ലോൺ NPA, അതായത് നോൺ പെർഫോമിംഗ് അസറ്റായി, സ്ഥാപനം ജപ്തിയുടെ വക്കിലൊക്കെ ആയി. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കുടുംബത്തില്
അഡീഷണൽ ആയിട്ട് കുറെ എക്സ്പെൻസുകൾ വന്നു. പ്രധാനമായിട്ടും മെഡിക്കൽ രീതിയിലുള്ള എക്സ്പെൻസുകൾ വന്നു. ഇത്രയധികം പണം ഉണ്ടായിട്ടും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും മൂക്കത്ത് വിരൽ വെച്ചു. ഇപ്പോഴും നമ്മളുടെ ആളുകൾ പലപ്പോഴും മെഡിക്കൽ ഇൻഷുറൻസും സാധാരണ ഇൻഷുറൻസും ഒന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ പണമുള്ളവനായാലും ഒരു വലിയൊരു മെഡിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ താറുമാറാവാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മുതലാളി ചെയ്ത പോലെ മണ്ടത്തരങ്ങൾ ചെയ്യരുത്. എനിക്ക് വലിയധികം പൈസ ഉണ്ട് എന്ന് കരുതി മെഡിക്കൽ ഇൻഷുറൻസ് ഒഴിവാക്കരുത്. ഇദ്ദേഹത്തിന്റെ ഫാദറിന് വലിയൊരു സർജറിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ 30-35 ലക്ഷത്തോളം രൂപ ഈ കാര്യത്തിനായിട്ട് ചെലവാക്കേണ്ടതായിട്ട് വന്നു. അത് അവർ മാനേജ് ചെയ്തത് മറ്റു ഒരു ലോൺ ഉപയോഗിച്ചൊക്കെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. വലിയ വീടും വലിയ കാറും ഒക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നുണ്ടെങ്കിലും മാക്സിമം ഒരു ഷോ ഓഫിന്റെ രീതിയിൽ ആണ് എന്നാണ് ഈ നമ്മളുടെ തൊഴിലാളി പറയുന്നത്. ഈ തൊഴിലാളിക്ക് ചെറിയൊരു വീടാണ് ഉണ്ടായിരുന്നത്, പക്ഷെ അത് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള വീട് തന്നെയായിരുന്നു. ലോണും കാര്യങ്ങളും ഒന്നുമില്ല. ചെറിയൊരു കാറോ ബൈക്കോ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതും ലോണിലൊന്നും ആയിരുന്നില്ല. അതായത് കിട്ടുന്ന ശമ്പളത്തിനെ എങ്ങനെ വ്യക്തമായിട്ട് ഉപയോഗിക്കണം, കൃത്യമായിട്ട് ഉപയോഗിക്കണം, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് അറിവുള്ള ആളായിരുന്നു ഈ ചെറിയ വരുമാനമുള്ള തൊഴിലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേസമയം തന്നെ മുതലാളിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ ഷോ ഓഫ് കാണിക്കുന്നതിനായിട്ടുള്ള വീടും സ്ഥലവും കാറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന് പലതിനും ലോണുകളായിരുന്നു എന്നുള്ളതാണ് സത്യം. ഷോ ഓഫ് നടത്താനായിട്ട് ഈ 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ അല്ലേ മാസ വരുമാനം വരുന്നത്, അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു കൈവിട്ട കളി എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ ഈ 2022-23 കാലഘട്ടത്തിൽ ഈ സ്ഥാപനം പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടേണ്ടി വരികയും അതിനുശേഷം ഒരു ഹോസ്പിറ്റൽ കേസിനായിട്ട് ഈ തൊഴിലാളി നാട്ടിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഇദ്ദേഹം ഏതാണ്ട് ഇതേ തൊഴിലാളിയുടെ അതേ അവസ്ഥയിലേക്ക് ഉള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലായി അദ്ദേഹത്തെ കാണുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ജീവിത നിലവാരം, അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള ഫിനാൻഷ്യൽ രീതികൾ കാരണം എങ്ങനെ ജീവിത നിലവാരം താഴ്ന്നു എന്നുള്ളതും, ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളുടെ ജീവിത നിലവാരം കൃത്യമായിട്ടുള്ള സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും വഴി എങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതുമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു ആളുടെ മാത്രം കാര്യമല്ല, കേരളത്തിലെ ധാരാളം ആളുകൾ ഇതേ ഒരു സിറ്റുവേഷനിൽ ചെറുതിൽ നിന്ന് വലുതായി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പിലും വലിയ രീതിയിൽ ഷോ ഓഫ് കാണിച്ച് നടന്നോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പദ്ധതികൾ ഇല്ലാത്ത ആളുകളായിട്ട് താഴേക്ക് വന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലായി തീരണം എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്, നമ്മളുടെ പ്രവർത്തികളാണ് അതിന് കാരണമാവുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ആളാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഏത് തരത്തിലുള്ളതാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എങ്ങനെ കൊണ്ടുവരണം, നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാവി എങ്ങനെ ഫിനാൻഷ്യലി സുരക്ഷിതമാക്കണം എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.